റബ്ബറിന്റെ വിത്ത് വിതരണ രീതി എല്ലാം ടെക്സ്റ്റിലുള്ളതാണ്. മൃഗങ്ങളിലൂടെ, വെള്ളത്തിലൂടെ, കാറ്റിലൂടെ സ്വയം പൊട്ടിത്തെറിച്ച്. ഹായ്, നമസ്കാരം. സയൻസിന്റെ ചോദ്യപ്പെട്ടിയുടെ പുതിയൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 5ാം ക്ലാസ്സിന്റെ 4ാമത്തെ മോഡ്യൂളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് ജീവനുള്ള വിത്തുകൾ എന്നാണ്. വിത്തുകൾ, അതിൻ്റെ മുളയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ അതിലാദ്യം വരുന്നത് എന്താണ്, പുറത്തേക്ക് ഓരോ ഭാഗവും എങ്ങനെയൊക്കെ മാറുന്നു, ഇങ്ങനത്തെ ആശയങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലേറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങളേത്? ജലം, മണ്ണ്, അനുയോജ്യമായ താപനില, സൂര്യപ്രകാശം. ജലം, മണ്ണ്, അനുയോജ്യമായ താപനില, സൂര്യപ്രകാശം. 1, 2, 3, 4, 1, 2, 1, 3, 1, 3, 4 ഏതാണ്? വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവിടെ 1, 3 ആണ്. നോക്കിയേ, 1, 3 എന്ന് പറയുമ്പോൾ ജലം വേണം, അനുയോജ്യമായ താപനില വേണം. വിത്ത് മുളയ്ക്കാൻ അപ്പം മണ്ണും സൂര്യപ്രകാശവും വേണ്ടേ? സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാം ശരി എന്നുള്ളൊരു തോന്നലൊക്കെ അവിടെ വരാം. അപ്പോൾ കൃത്യമായിട്ട് ടെക്സ്റ്റിൽ അത് പറയുന്നുണ്ട്, വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്, എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. വളരെ ബേസിക് സാധനമാണ്. പക്ഷെ ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ആരും ചിലപ്പോൾ ആദ്യമായിട്ട് വായിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. സൂര്യപ്രകാശം, മണ്ണ് എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. കൃത്യമായ വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ് എന്നുള്ളത് കൂടി അവിടെ ഓർത്തിരിക്കാം. അപ്പം എന്തെല്ലാമാണ് കാര്യങ്ങളെന്ന് മനസ്സിലായല്ലോ. രണ്ടാമത്തെ ചോദ്യം, വിത്ത് മുളച്ച് ചെടികൾ ഉണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അവിടെ കുറേ ടേംസ് ഉണ്ട്. ബീജമൂലം, ബീജപത്രം, ബീജശീർഷം, കാണ്ഡം, അങ്ങനെ പല വാക്കുകൾ നമ്മൾ സയൻസിൽ വിത്ത് മുളയ്ക്കുന്ന സമയത്ത് പറയുന്ന പ്രധാനപ്പെട്ട ചില ആൾക്കാർ. അതിൽ ആരാണ് ഈ വിത്ത് മുളച്ച ചെടി ഉണ്ടാകുന്നത് വരെയുള്ള ചെടികളുടെ ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് ബീജപത്രത്തിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫിഗർ നോക്കുമ്പോൾ കാണാൻ പറ്റും. ആദ്യം വിത്തുണ്ട്, അതിൽ നിന്ന് ബീജമൂലം പുറത്തേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് അത് പതുക്കെ പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ബീജപത്രം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ആ ബീജപത്രമാണ് നമുക്ക് ആഹാരം നൽകുന്നത് വരെ. ദെൻ ബീജശീർഷം വളർന്ന് പിന്നീട് അത് ഇല കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതെൻ്റെ അടുത്തൊരു ചോദ്യം കിടക്കുന്നു. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ബീജപത്രം, ബീജാന്നം, ബീജശീർഷം ഇവയൊന്നുമല്ല. ഏതാണ്? ഒരു ബീജപത്രം മാത്രമുള്ളതിനകത്ത് ബീജാന്നം എന്ന് പറയുന്ന ഒരു സാധനം കൂടി അവിടെ ഉണ്ട്. നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന മൈന്യൂട്ട് കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചാൽ തെറ്റിക്കാതെ ആൻസർ എഴുതാൻ പറ്റുകയും ചെയ്യും. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ഏതാണ്? ബീജശീർഷം, ബീജപത്രം, ബീജാന്നം, ബീജമൂലം. ഞാൻ തൊട്ട് മുമ്പ് ആ പടം കാണിച്ചപ്പോൾ അവിടെ കാണിച്ചതാണ്. ബീജമൂലമാണ്. കണ്ടോ, വിത്ത് മുളച്ച് പുറത്തേക്ക് വരുന്ന ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് ബീജമൂലമാണ്. ഓപ്ഷൻ ഡി, ബീജമൂലമാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കിയേ, ചെടിയുടെ തണ്ടും ഇലയുമായി മാറുന്ന ആരാണ്? ബീജശീർഷം, ബീജാന്നം, ബീജമൂലം, ബീജപത്രം. ഇപ്പോൾ ബീജമൂലം കണ്ടു, ബീജമൂലത്തിനകത്ത് അത് വേരായിട്ടാണ് മാറുന്നത്. അപ്പോൾ തണ്ടും ഇലയുമായിട്ട് മാറുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ബീജശീർഷമാണ്. ബീജശീർഷമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. ചെടിയുടെ വേരായി മാറുന്നത് ആരാണ്? തൊട്ട് മുമ്പ് ഞാൻ കാണിച്ചു തന്നു. ആ പടത്തിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യം എല്ലാം ചോദിച്ചിരിക്കുന്നത്. ബീജശീർഷം, ബീജമൂലം, ബീജപത്രം, ബീജാന്നം. ചെടിയുടെ വേരായിട്ട് മാറുന്നത് ബീജമൂലമാണ്. ഫിഗറിൽ എല്ലാം കിടപ്പുണ്ട്. ആവർത്തിച്ച് ഏത് വേണമെങ്കിലും ചോദ്യമായിട്ട് വരാവുന്നതാണ്. അപ്പോൾ ആ ഭാഗം ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു. ടെക്സ്റ്റ് കൂടി റെഫർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇവിടെ വിത്ത് മുളയ്ക്കൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, സീഡ് ജെർമിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. ഒരു ചോദ്യം അതായിരുന്നു. ബീജമൂലം ചെടിയായുടെ വേരായിട്ട് മാറും, ബീജശീർഷം തണ്ടും ഇലയുമായിട്ട് മാറും. പൂർണ്ണ തോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ് അതിനകത്ത് കടന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
ഇനി അവിടെ എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാര്യം കൊടുത്തിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഈ കൃഷി രീതിയിൽ മണ്ണിന് പകരം പോഷകലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്, ഹൈഡ്രോപോണിക്സ്. അതുപോലെ എയറോപോണിക്സ് ഉണ്ട്, എയർ വെച്ചിട്ടൊക്കെയുള്ള സാധനം. ഇതിപ്പോൾ ഹൈഡ്രോപോണിക്സ് ആണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്തായാലും മണ്ണിന് പകരം പോഷകലായനിയിലാണ് സസ്യങ്ങൾ വളർത്തുന്നത് എന്നുള്ളത് ഓർത്തിരിക്കണം. ഇനി വിത്തിൽ നിന്നല്ലാതെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വളരുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം, വിത്തല്ലാതെ ചെമ്പരത്തി, നിശാഗന്ധി, ഇലമുളച്ചി ഇവയെല്ലാം വിത്ത് ഉപയോഗിച്ചല്ല. ഇവരാരും വിത്ത് ഉപയോഗിച്ചല്ല. ഇവയെല്ലാം ചെമ്പരത്തി ആയിക്കോട്ടെ, നിശാഗന്ധി ആയിക്കോട്ടെ, മുലമുള്ളി അല്ല, ഇലമുളച്ചിയാണ്. സോറി, അവിടെ ഇലമുളച്ചിയാണ്, അവിടെ വേട് മാറിപ്പോണ്ട്, ഇലമുളച്ചിയാണ്, സോറി. ഓക്കെ, അപ്പോൾ ഇവയെല്ലാം അതിനകത്ത് വരുന്നതാണ്. കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്നതിന് ഉദാഹരണം ആരാണ്? തേങ്ങ, കാശിത്തുമ്പ, അപ്പൂപ്പൻ താടി, അസ്ത്രപ്പുല്ല്. പല രീതിയിൽ വിത്ത് വിതരണം നടത്തും. അതിൽ കാറ്റിലൂടെ ഉള്ളത് ആരാണ്? തേങ്ങ വെള്ളത്തിലൂടെയാണ്. കാശിത്തുമ്പ നമ്മുടെ ഉടുപ്പിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. അസ്ത്രപ്പുല്ല് അങ്ങനെ, ആ കാശിത്തുമ്പ പൊട്ടിത്തെറിക്കും, അസ്ത്രപ്പുല്ല് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പൂപ്പൻ താടിയാണ് പറന്നു പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാറ്റിലൂടെ അപ്പൂപ്പൻ താടിയാണ്. ഓപ്ഷൻ സി ആണ്. വെള്ളത്തിലൂടെ വിത്ത് വിതരണം നടത്താൻ കഴിയുന്നത്, വെണ്ട, പേര, തെങ്ങ്, ഞാവൽ. വെള്ളത്തിലൂടെ വെണ്ട പൊട്ടിത്തെറിക്കും. പിന്നെ ആരാ? തെങ്ങാണ് വെള്ളത്തിലൂടെ ഒഴുകിപ്പോയിട്ട് അതിൻ്റെ തോടൊക്കെ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ. തെങ്ങ് വെള്ളത്തിലൂടെ ഒഴുകിപ്പോയാണ് അത് കിളുക്കുന്നതൊക്കെ. അപ്പോൾ ഓപ്ഷൻ സി തെങ്ങ്. റബ്ബറിൻ്റെ വിത്ത് വിതരണ രീതി എല്ലാം ടെക്സ്റ്റിലുള്ളതാണ്. മൃഗങ്ങളിലൂടെ, വെള്ളത്തിലൂടെ, കാറ്റിലൂടെ സ്വയം പൊട്ടിത്തെറിച്ച്. മൃഗങ്ങളാണോ റബ്ബർ തിന്നുന്നത്? വെള്ളത്തിലൂടെ ഒഴുകിപ്പോവാണോ? കാറ്റിലൂടെ തെറിച്ചു പോവാണോ? അല്ല, സ്വയം പൊട്ടിത്തെറിക്കുക. അതിലൊരു 3 ഇതിലുള്ള ഷേപ്പിലുള്ള സാധനം ഉണ്ട്, അതിനകത്ത് പൊട്ടിത്തെറിച്ചിട്ടാണ് ഇത് വീഴുന്നത്. സ്വയം പൊട്ടിത്തെറിച്ചാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. തായ്വേര് പടലത്തിന് ഉദാഹരണം. പലതരത്തിലുള്ള വേരുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. നാരുവേര്, തായ്വേരൊക്കെ. പുല്ല്, മുള, തെങ്ങ്, മാവ്. പുല്ല്, മുള, തെങ്ങ്, കവുങ്ങൊക്കെ നാരുവേര് പടലമാണ്. തായ്വേര് പടലത്തിന് ഉദാഹരണം മാവാണ് അവിടെ. അപ്പൊ കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേര് പടലമാണ് തായ്വേര് പടലം. ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയും. മാവ്, പ്ലാവ് തുടങ്ങിയവയിൽ തായ്വേര് പടലം കാണാം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേരുന്ന വേര് പടലമാണ് നാരുവേര് പടലം, ഫൈബറസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ നാരുവേര് പടലമാണ് ഉള്ളത്. അത് ഓർത്തിരിക്കണം, ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. തായ്വേര് പടലമുള്ള സസ്യങ്ങളിൽ ഇലകളിലെ ശിരാവിന്യാസത്തിൽ കണക്ഷൻ ഉണ്ട്. തായ്വേര് പടലമുള്ളതിനകത്താണ് സമാന്തര ശിരാവിന്യാസമാണോ, ജാലികാ ശിരാവിന്യാസമാണോ, എ ആൻഡ് ബി ആണോ? ഇവയൊന്നുമല്ല. ഏതാണ് ശരി? തായ്വേര് പടലമുള്ള സസ്യങ്ങളിലെ ഇലകളിൽ എന്ന് പറയുന്നത് ജാലികാ ശിരാവിന്യാസമാണ്. ഒന്നാമത്തെ ഫിഗറിൽ കാണുന്ന അതാണ്. രണ്ടാമത്തത് നോക്കൂ, കവുങ്ങിന്റെയും തെങ്ങിന്റെയും ഒക്കെ വരുന്ന സമയത്ത് നാരുവേര് പടലത്തിലാണ് സമാന്തര ശിരാവിന്യാസം കാണുന്ന. ഓപ്ഷൻ എ കാണുന്നത്. അപ്പൊ ഇത് ഓർത്തോ. ഇനി അവിടെ എക്സ്ട്രാ പോയിന്റ് ആയിട്ട്, സാധാരണയായി ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര് എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. കണ്ടച്ചെടികളിൽ കാണുന്ന പ്രത്യേകതരം വേരുകളാണ് ശ്വസന വേരുകൾ. അപ്പോൾ ശ്വസന വേരുകൾ കണ്ടച്ചെടികളിലുള്ളതാണെന്ന് ഓർത്തിരിക്കുക. ഈ വേരിന്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. വാതക വിനിമയത്തിന് സഹായിക്കുന്നതുകൊണ്ട് ഇവ ശ്വസന വേരെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ താങ്ങുവേരുണ്ട്, പൊയ്ക്കാൽ വേര്, പറ്റുവേര്. പറ്റുവേര് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ കുരുമുളകൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ടൈപ്പ് സാധനം. താങ്ങുവേര് നമ്മൾ ആലിലൊക്കെ കണ്ടിട്ടില്ല, താഴേക്ക് താങ്ങായിട്ട് നിൽക്കുന്നത്. പൊയ്ക്കാൽ വേര് എന്ന് പറയുന്ന തഴ പോലുള്ള സാധനങ്ങളുടെയൊക്കെ താഴേക്ക് ഇങ്ങനെ രണ്ടാമത്തെ ഇതിൽ നിൽക്കുന്നത്. പറ്റുവേര് കാണുന്ന പോലെ നമ്മുടെ എന്താ പറയുക, ഓർക്കിഡുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത്. ശ്വസന വേരുകളാണ് ഏറ്റവും അവസാനത്തെ ഫിഗറിൽ കാണുന്നത്. കണ്ടൽക്കാടുകളിൽ ശ്വസന വേരുകൾ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കി, നാരുവേര് പടലം, ശിഖരങ്ങൾ ഇല്ലാത്ത തണ്ട്, സമാന്തര ശിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ എന്തിൻ്റെ സവിശേഷതയാണ്? ദ്വിബീജപത്ര സസ്യങ്ങളാണോ, ഏകബീജപത്ര സസ്യങ്ങളാണോ? എ ആൻഡ് ബി ഇവയൊന്നുമല്ല. നാരുവേര് പടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര ശിരാവിന്യാസമുള്ള ഇലകൾ. അതൊക്കെ കാണുമ്പോൾ കവുങ്ങിനെയും തെങ്ങിനെയൊക്കെയാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. അതേതാ? അത് ഏകബീജപത്ര സസ്യങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. ഒറ്റ ബീജം ഉണ്ടാവുള്ളൂ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അവിടുത്തെ എക്സ്ട്രാ ഫാക്റ്റ് നിങ്ങൾക്ക് വായിക്കാനായിട്ട് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നാരുവേര് പടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര ശിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ഏകബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷതകളാണ്. അത് ചോദിക്കാം. ഏകബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷതകൾ പെടുന്നതേത്, പെടാത്തതേത് ചോദിക്കാം. മറിച്ച് തായ്വേര് പടലം, ശിഖരങ്ങളോടുകൂടി തണ്ട്, ജാലികാ ശിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ
ദ്വിബീജപത്ര സസ്യങ്ങളുടെ പ്രത്യേകതയാണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. മാങ്ങ ഒക്കെ പോലുള്ള സാധനങ്ങൾ, വേരും ഇലയും തമ്മിൽ ഇത്തരത്തിലുള്ള ബന്ധം കാണിക്കാത്ത ചില സസ്യങ്ങളും നമ്മുടെ ചുറ്റുപാടുണ്ട്. ഇതിന് ഉദാഹരണമാണ് ചേമ്പ്, ചേന പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ജനറൽ ആയിട്ടുള്ള ഫാക്റ്റുകളായിട്ട് ഓർത്തിരിക്കാം. അടുത്തൊരു നോക്കൂ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ദ്വിബീജപത്ര സസ്യങ്ങളുടെ സവിശേഷതയിൽ പെടാത്തത് നേരത്തെ കണ്ടു. തായ് വേര് പടലം, ശിഖരങ്ങളോട് കൂടിയ തണ്ട്, ജാലിക ശിലാവിന്യാസമുള്ള ഇലകൾ, ഇവയെല്ലാം ദ്വിബീജപത്ര സസ്യങ്ങളുടെ സവിശേഷതയിൽ പെടാത്തതേതെന്ന ചോദ്യം. അവിടെ ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ട്. പെടുന്നതേത് എന്നാണ് ആ ക്വസ്റ്റ്യൻ വരേണ്ടത് കേട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ദ്വിബീജപത്ര സസ്യങ്ങളുടെ സവിശേഷതകളിൽ പെടാത്തതേതെന്ന് ചോദിക്കുമ്പോൾ ഇവയെല്ലാം പെടും അല്ലേ? അപ്പൊ ഒന്നുകിൽ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല, അല്ലെങ്കിൽ പെടുന്നതേത് എന്ന് ചോദിച്ചാൽ ഇവയെല്ലാം എന്നുള്ള ആൻസർ പറയാം. അപ്പോൾ അതിനകത്തൊരു ചെറിയ എറർ ഉണ്ട്, നോക്കിക്കോണം. സോ അത്രയാണ് ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ്. ആ ചാപ്റ്ററും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. 5ാം ക്ലാസ്സിന്റെ 4 ചാപ്റ്ററുകൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 5ാമത്തെ ചാപ്റ്ററിന്റെ ഡിസ്കഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.